വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണേന്ന് വെച്ചാൽ ഗൈസ് ഒരു പുതിയൊരു കിടില് ഗെയിമായിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബാക്കി എല്ലാവരുടെ അടുത്തൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തെന്തായാലും കൊടുക്കുക. അപ്പം വേറെ ലെവലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മൾ ജസ്റ്റ് എന്തായാലും ഒരു പുതിയൊരു കിടിലെ ഗെയിമായിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ ഇന്ത്യൻ ബൈക്ക് മാഫിയ സിറ്റി എന്നാണ്. അപ്പം ഇന്ത്യൻ ബൈക്ക് മാഫിയ സിറ്റി എന്നാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. സീനും ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പോലത്തെ ഒരു ഗെയിമാണ്. ഗ്രാഫിക്സും കാര്യങ്ങൾ ഏകദേശം അതേപോലെയാണ്, പക്ഷേ അതിലുള്ളതിനേക്കാളും കുറവാണ് ഇതിനൊക്കെ. ഞാൻ ഹൈ വച്ചേക്കാണ്. നൈസായിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ക്യാരക്ടർ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ സ്വന്തം GTA 5 നമ്മുടെ ഫ്രാങ്ക്ലിനും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഫ്രാങ്ക്ലിനും കാര്യങ്ങളൊക്കെയാണ് കേസ് ഇതിൽ ക്യാരക്ടറായിട്ട് പിന്നെ വന്നേക്കണത്. ഇതേപോലത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്തായാലും വേണം കേസ്. നമ്മുടെ ഇപ്പോൾ ഉള്ള ക്യാരക്ടറിനെ മാറ്റിയൊന്നും വേണ്ട, അതല്ലാതെ തന്നെ നമുക്ക് ഫോൺ വഴി അതല്ലാതെ എന്തെങ്കിലും സംഭവം വെച്ച് ക്യാരക്ടർ മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ കൊണ്ടുവന്നത് നൈസായിരുന്നു. നമ്മുടെ ഏതാണ് GTA 5 ഫ്രാങ്ക്ലിനെ കൊണ്ടുവന്നത് നൈസായിരുന്നു. കാണാനായിട്ട് നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിലാണെങ്കിൽ അത്യാവശ്യം കുറേ കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഗെയിമിലാണെങ്കിൽ ഫോണോ വേറെ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ഗെയിമിൽ കണക്കെ വണ്ടികളൊക്കെ ഇവിടെ കാർസ് ആൻഡ് ബൈക്സ് എന്നൊരു സൈഡിലായിട്ടൊരു ഓറഞ്ചിൽ വൈറ്റ് വെച്ചൊരു സംഭവം കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുടെ നെയിമും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാർസും ഉണ്ട്, ബൈക്സും ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതിൽ നമ്മുടെ ബെലീനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ബെലീനയും കാര്യങ്ങളൊക്കെ സ്പോണാക്കി വെക്കണം. ഇതിൽ ഗെയിമിൽ കളറൊന്നും മാറ്റാൻ പറ്റത്തില്ല. കിടിലൻ ഗെയിമാണ്, പക്ഷേ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, വേറെ ലെവലാണ്. ഡ്രിഫ്റ്റിംഗ് ഒക്കെ പൊളിയാണ്. ഈ കാറിലുള്ള ഡ്രിഫ്റ്റൊക്കെ ഈ ഒരു ഗെയിമിൽ നമുക്ക് ബെലീന ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും ഇതേപോലെ ബെലീന കൊണ്ടുവന്നൊരു നൈസായിരുന്നു. സ്വിഫ്റ്റ് പക്ഷേ ഉണ്ട്, പക്ഷേ ബെലീന ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു. പക്ഷേ ഒരു കിടിലൻ ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. പക്ഷേ നമ്മുടെ മറ്റേ ഗെയിമിലാണ് ഗ്രാഫിക്സും വണ്ടികളും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കൂടുതൽ. എന്നാൽ ഇത് നൈസ് ഗെയിമാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ നൈസൊരു വണ്ടി കണക്കെ നൈസൊരു എടുത്തിട്ടുണ്ട്. നൈറ്റ് ട്രെയിൻ കാര്യങ്ങളൊക്കെ ഇടാണ്. ഇതിലെന്തായാലും നൈറ്റ് ട്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കിടിലൻ ഗെയിമാണ് കേട്ടോ. ഇതിൽ വണ്ടിക്കെല്ലാം ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. സത്യത്തിൽ പേഴ്സണലി എൻ്റെ പപ്പയ്ക്കും കാര്യങ്ങളൊക്കെ എന്തായാലും മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് ആ വണ്ടി ഞങ്ങളെ സ്വന്തം വണ്ടിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗെയിമിൽ ഈ ഒരു ബെലീനയും കാര്യങ്ങളൊക്കെ കണ്ട വണ്ടി ആദ്യം എടുത്തു. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടേത് 2016 മോഡലാണ്. ഇതെന്ന് വെച്ചാൽ 2021 മോഡലാണ്. നൈസ് വണ്ടിയാണ്. നമുക്കൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് എൻ്റെ മോനെ വിഷയം ഡ്രിഫ്റ്റ് ചെയ്യുന്ന വെച്ചാൽ വിഷയം ഡ്രിഫ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ്. നൈസ് എന്ന് വെച്ചാൽ നൈസ് ഡ്രിഫ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ഒരു ഗെയിമിൽ പിന്നെ എക്സ്പ്ലോർ ചെയ്ത് കാണാനായിട്ട് വലുതായിട്ട് സംഭവങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. എക്സ്പ്ലോർ ചെയ്ത് കാണാനായിട്ടൊന്നും തന്നെ ഈ ഗെയിമിൽ കണക്ക് ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. എന്തൊക്കെ ഈ ഗെയിമിലുണ്ടെന്ന്. ഏറ്റവും അവസാനം ഈ ഗെയിമിൽ ഏതൊക്കെ വണ്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിൽ പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കയറുന്ന വേറെന്ത് സാധനം ഇതെന്താണ് ഇടയ്ക്ക് കംപ്ലീറ്റ് യുവർ ഫിനിഷ് എന്ന് നമുക്ക് പറയാൻ കാണിക്കണം. ഇവിടെ കുറേ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്നും കയറാൻ പറ്റത്തില്ല. പക്ഷെ കാണാനായിട്ട് നൈസ് ലുക്കായിട്ടുണ്ട്. കയറാൻ പറ്റും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് കംപ്ലീറ്റ് ലെവലെന്ന് പറയുന്നത്. മോനെ നൈസായിട്ടുണ്ട്. നമ്മളങ്ങനെ ഇത് ഡ്രിഫ്റ്റ് എളുപ്പമാണ്. വണ്ടീനെ സ്പീഡിൽ പോയിട്ട് ഒന്നും നോക്കണ്ട, ബ്രേക്കും ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചിങ്ങനെ നെക്കിയത്. അങ്ങനെയാണ് ഡ്രിഫ്റ്റ് ചെയ്യേണ്ടത്. അത് ചീറ്റിപ്പോയി. നമുക്ക് ഈ ഗെയിമിൽ നല്ല ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റും കേട്ടോ. ഡ്രിഫ്റ്റ്
ഡ്രിഫ്റ്റിംഗ് ഒക്കെ പൊളി, അതേപോലെ സൗണ്ട് നൈസാണ്. ഈ ഒരു സൗണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട സൗണ്ട് കണ്ട വണ്ടിയുടെ സൗണ്ട്. ഓക്കെ അത് നൈസാണ്. എൻ്റെ മോനെ ഈ ഒരു ഗെയിമിൽ നമുക്ക് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ ഗൈസ്, ഇവിടെ ഗൺ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൺസൊക്കെ കിട്ടും. അപ്പം നമുക്കില്ല നോക്കട്ടെ. എന്ന് ഓണൊക്കെ ഉണ്ട് അതിന്. ഈ ഇവിടെ ഗൺസ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഹാമർ അങ്ങനെ എന്തൊക്കെയുണ്ട്. എന്തോ വെപ്പൺസ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും എടുക്കാൻ പറ്റണില്ല. പക്ഷെ നമുക്ക് ഇതെന്തോ ഷോപ്പ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. നമുക്കിങ്ങനെ ചാടാനൊക്കെ പറ്റും. കണ്ട കടയ്ക്ക് ഗ്ലാസ് ഒന്നുമില്ല. അടിപൊളി. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ എടുക്കാം. കളറൊന്നും മാറ്റാൻ പറ്റത്തില്ല അവിടെ വണ്ടിയിൽ. അവിടെ ഇന്ത്യൻ ബൈ ഡ്രൈവ് 3Dയിലാണെങ്കിൽ കളർ മാറ്റാം. എൻ്റെ മോനെ ഇവിടെ നിന്നാണ് ലോക്ക് അൺലോക്ക് അങ്ങനെ നമുക്ക് ഈ ഗെയിമിന് വീടില്ലെന്ന് തോന്നുന്നു കേട്ടാ. ഇതെന്താണ് എപ്പോഴെപ്പോഴും കംപ്ലീറ്റ് ലെവലെന്നൊക്കെ പറയുന്നതാണ്. നമ്മുടെ ഈ ആഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നെറ്റ് ഓണാക്കുക. ഓക്കെ, വൈഫൈ നെറ്റ് എന്ത് ഓണാക്കിയാലും അപ്പോൾ ഈ ആഡ് വരും. ആഡൊന്നും നേരെ ഇങ്ങനെ കളിക്കാനേ പറ്റില്ല. പക്ഷെ വണ്ടി സ്പോണാക്കിയാലും തോന്നുന്നു ആഡ് വരത്തുള്ളൂ. ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ്സുകൾ ഇരിക്കും. പക്ഷെ ഇതെന്തൊക്കെയാണെന്ന് പോയി പിടിയും തന്നെ. ഇതെന്താണ് എപ്പോഴും കംപ്ലീറ്റ് ഒരു ലെവലെന്ന് പറയും. ഓക്കെ, പക്ഷേ എനിക്ക് ഈ ഗെയിമിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഈ ഡ്രിഫ്റ്റാണ്. ഗെയിം നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവ് 3Dയിലാണെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെന്തോ കുറച്ചുകൂടെ പിടിക്കാച്ചായിട്ട് എനിക്ക് തോന്നിക്കണം. നമ്മൾക്ക് എപ്പോഴും ആ നൈട്രോ പോലത്തെ ഒരു സംഭവത്തിലൊക്കെ ഞാൻ പ്രസ് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവ് 3Dയിലെല്ലാം മുകളിൽ അവിടെയായിട്ടൊക്കെ അല്ല വന്നത്. വിഷയം. ഈ ഗെയിമിന് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ വണ്ടിയുടെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഇതെന്താണ് എപ്പോഴെപ്പോഴും കാണിക്കുകയാണ്. കംപ്ലീറ്റ് വല്ല അതെന്തോ റിമൂവ് ചെയ്യാൻ പറ്റും. ആഡ് ഫ്രീ കണ്ട. അത് എത്ര 20 പ്രാവശ്യം എന്തോ ചെയ്യേണ്ടി വരും. നമുക്ക് ഇവിടെ എന്തോ ഒരു വീട് പോലത്തെ എന്തോ ഒരു സാധനം കാണാൻ ഒറ്റ നോക്കി നമ്മൾ വീട്ടിൽ നമുക്ക് എന്തായാലും ഇതൊരു വണ്ടിയും കൊണ്ട് കയറാൻ പറ്റത്തില്ല. വണ്ടിയും കണക്കിവിടെ പാർക്ക് ചെയ്യണം. പിന്നെ വണ്ടി നൈസായിട്ടുണ്ട്. ഇവിടെ എന്തോ വീട് പോലെ ഫ്ലാറ്റോ വീടോ എന്തൊക്കെയോ കാണിക്കുകയാണ്. പക്ഷെ ഇതിലൊന്നും നമുക്ക് കയറാൻ പറ്റുന്നില്ല. അതാണ് കണ്ട, ഇതിലൊന്നും കയറാൻ പറ്റില്ല. ഇതിൽ കയറാനോ അങ്ങനെ വല്ലോ ഓപ്ഷൻ അങ്ങനെ വല്ലോ ഇതെന്താണ് ഇതിൽ കയറാനോ അങ്ങനെ വല്ല ഓപ്ഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം കളിക്കണവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഈ ഗെയിം പേഴ്സണലി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂള് അല്ലല്ലല്ല വേറെന്താ. ഓക്കെ, എന്തായാലും നല്ല ഗെയിമായിട്ടുണ്ട്. ഓക്കെ ഈ ഗെയിമിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഇല്ല. അഥവാ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എല്ലാം നോക്കണില്ല. നിങ്ങളെന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് പറ ഈ ഒരു ഗെയിമിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, എന്തായാലും എനിക്കെന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഉണ്ട് ഈ ഒരു ഗെയിം കാണാൻ. നൈസായിട്ടാണ്. അതുകൊണ്ട് ഇതിലുള്ള ഫ്രാങ്ക്ലിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ അവർ ഏതാണ് ബെലീനോ കാറും. എനിക്കെന്തായാലും ഈ ഗെയിം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്കെന്തായാലും നല്ല രീതിക്ക് എനിക്ക് ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി അതൊക്കെ വണ്ടി ഈ ഗെയിമിൽ ഉണ്ടെന്ന് നോക്കാം. കണ്ട, എപ്പോഴും വണ്ടി ഇങ്ങനെ എടുക്കണ സമയത്ത് വണ്ടി ഇങ്ങനെ തെന്നി പോകും. നമുക്ക് ഈ സ്പേസ് ചെയ്ത് നോക്കാം. ഈ വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഇതെന്താ ഹോണൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല കിട്ടില്ലേ ഗെയിം ഇട്ടുണ്ട്. അതുപോലെ ക്യാമറ ആംഗിൾ നോക്കേണ്ടത് ഇതേപോലെ മാറ്റാനായിട്ട്. പൊളി കേട്ടോ. ആ ക്യാമറ ആംഗിൾ നൈസായിട്ടുണ്ട്. വണ്ടി റിവേഴ്സ് എടുക്കാം. ഇതിവിടെ പാർക്ക് ചെയ്തേക്കാം. ഈ ബെലീനയും കാര്യങ്ങളൊക്കെ ഈ ഗെയിമിലുള്ള ബാക്കി വണ്ടികളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു അരിവേഗം തുടങ്ങാം കേസൊക്കെ. ഈ ഗെയിമിലാണെങ്കിൽ പിന്നെ ഓൾട്ട ഉണ്ട്. ഓൾട്ട എന്ന് വെച്ചാൽ ഓൾട്ടോ കേട്ടനാണ്. ഓക്കെ,
പക്ഷേ ഇതിലാണെങ്കിൽ വെറും ഓൾട്ടോ എന്നാണ് എഴുതിയത്. പക്ഷേ ഇത് ഓൾട്ടോ കേട്ടനാണ് ഓക്കെ. സത്യത്തിൽ ഞങ്ങൾക്കും ഓൾട്ടോ കേട്ടനും ഉണ്ട്, മാരുതി സുസുക്കി ബലീനോ ഉണ്ട് ഓക്കെ. മാരുതി സുസുക്കി ബലീനോ പഴയതാണ് ഓക്കെ. 2016 മോഡലും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ. 2016 മോഡല് ഡെൽറ്റ വേരിയൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടേത് ഓക്കെ. പേഴ്സണലി എൻ്റെ പപ്പയുടെ കയ്യിലുള്ളത് ഓക്കെ. പിന്നെ എൻ്റെ അമ്മയുടെ കാറാണ് ഓൾട്ടോ കേട്ടൻ ഓക്കെ. അതും ഇതാണ് ഓക്കെ. ആ 2 കാർ ഇതിലുണ്ട്, നല്ല കാര്യം ഓക്കെ. ഇനി ഒരു ഗെയിമിൽ വേറെയും കുറേ വണ്ടികൾ ഞങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സ്വിഫ്റ്റ് ഉണ്ട്. ഓ അത് നമ്മുടെ പഴയ സ്വിഫ്റ്റാണ് ഓക്കെ. അത് പുതിയതോ കാര്യങ്ങളൊന്നും തന്നെയല്ല, നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റാണ് ഓക്കെ. ഇതിന് മുമ്പേ എനിക്ക് സ്വിഫ്റ്റ് ഉണ്ടെന്ന് ഓക്കെ. ഞാൻ പുതിയതായിരിക്കും, പക്ഷേ പുതിയതല്ല. പിന്നെ നമ്മുടെ റൊണാൾട്ടിൻ്റെ ഡസ്റ്റർ ഉണ്ട് ഓക്കെ. ഡസ്റ്റർ നല്ല പുതിയതാണ് ഓക്കെ. നൈസായിട്ടുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇതിനൊന്നിനെ കളർ മാറ്റാൻ പറ്റുമോ? കളറോ കാര്യങ്ങളൊന്നും തന്നെ മാറ്റാനായിട്ട് പറ്റത്തില്ല. അടുത്ത കാറുകളൊക്കെ നോക്കാം. അടുത്തെന്ന് വെച്ചാൽ സ്കോർപ്പിയോ ആണ്. സ്കോർപ്പിയോ ഓൾഡാണ് ഓക്കെ. ഇത് നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവ് 3Dയിലുണ്ട് ഓക്കെ. എൻ്റെ ന്യൂ ലോഗയാണ് ഇതിന് വെച്ചേക്കുന്നത്. അല്ലല്ല ലോഗയൊന്നുമില്ല, പെട്ടെന്ന് അനുസരിച്ച് ലോഗയല്ലേ ഓക്കെ. ഇത് സ്കോർപ്പിയോ ക്ലാസിക്കാണോ S11 ആണോ എന്തോ ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു ക്ലാസിക്കാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് ഓക്കെ. ഇന്ത്യൻ ബൈ ഡ്രൈവ് 3D ഞാൻ കണ്ടുപിടിക്കാൻ. പിന്നെ ഇതെന്ന് വെച്ചാൽ ബലീനയാണ്, അത് നമുക്കറിയാലോ ഇവിടെ അടിപൊളിയാണ് തീർച്ചയായും ഓക്കെ. അത് ബലീനാണ് ഓക്കെ. നമ്മളത് എടുത്ത് ഓൾറെഡി. അതെന്താണ് കാടിൻ്റെ ഇടയിൽ പോവാ, ഞാൻ ചേർന്ന് തോന്നുന്നു. ബലീന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ കാണിച്ചു തന്നെയാണ്. ഇതെന്താണ് ഫിനിഷ് എപ്പോഴും കംപ്ലീറ്റ് ലെവലെന്ന് കാണിക്കുന്നത്, അതെന്താന്തോ. പിന്നെ ജീപ്പിൻ്റെ കോമ്പസ് ഉണ്ട്. ഇതാണ് ജീപ്പ് കോമ്പസ്. ഇതും അത്യാവശ്യം നല്ല പുതിയ മോഡൽ തന്നെയാണ്. ഈ ഗെയിമിൽ പിന്നെ അപ്ഡേറ്റൊക്കെ വന്നു ഓക്കെ. പക്ഷേ അപ്ഡേറ്റിൽ എന്തൊക്കെയാണെന്ന് തോന്നുന്നത്. നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ടാറ്റയുടെ ഹാരിയറാണ്. ഇതിനെല്ലാത്തിനും ഒരേ സൗണ്ടൊക്കെ തന്നെ, അത് വ്യത്യാസമുണ്ടോ നോക്കട്ടെ. ഒരേ സൗണ്ടാണ്. ഡ്രിഫ്റ്റിങ് ഡ്രിഫ്റ്റിങ്ങിന് മാറി എല്ലാം സെയിമാണ് ഓക്കെ. സ്പീഡോമീറ്ററോ വേറെ കാര്യങ്ങൾ. ഇൻറ്റീരിയർ മോഡിൻ്റെ അത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല ഓക്കെ. ഇൻറ്റീരിയറിൻ്റെ ഒരു സംഭവം ഒരു തന്നിട്ടില്ല ഓക്കെ. കാണിച്ചു തരാൻ കണ്ട ലോക്കെന്നെന്തോ സാധനമുണ്ട്, അതെന്താണുണ്ട് ഓക്കെ. ഇതെന്താണ് എപ്പോഴും കംപ്ലീറ്റ് ഒരു ലെവലൊക്കെയാണ്. പിന്നെ ഇവിടെ വേറെന്തോ ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ. അത് ഇതാണ്, ഞാൻ ഹൈയിൽ വെച്ചിരിക്കുകയല്ലായിരുന്നു. ഓ ഇപ്പോൾ കുറച്ചുകൂടെ ലുക്കുണ്ട് കാണാനായിട്ടൊക്കെ. ഞാൻ ഹൈയിലല്ലായിരുന്നു വെച്ചിരുന്നത്, അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ടച്ച് പാഡും ഉണ്ട്, പിന്നെ സ്റ്റിയറിംഗ് വീലും ഉണ്ട് നമ്മുടെ അകത്ത് കൺട്രോൾ ചെയ്യാൻ. അത് ഞാൻ കാണിച്ചു തരാണെങ്കിൽ കോമ്പസ് വരെയായിരുന്നു, അല്ല ഹാരിയർ വരെയായിരുന്നു. പിന്നെ ഉള്ള എൻഡവറാണ് ഓക്കെ. അത് പഴയതാണ് ഓക്കെ, പുതിയതല്ല. ഞാൻ പുതിയതായിരിക്കുന്നു, പക്ഷെ അത് ഓൾഡാണ് ഓക്കെ. പെട്ടെന്ന് ഓരോന്ന് നോക്കാം. പിന്നെ അവിടെ ഫോർച്യൂണറാണ് ഓക്കെ. നമ്മുടെ ലെജൻഡറാണ്. ഓ ഈ ഗെയിമിൽ ഡാമേജ് ആവുക ചെയ്യും. ഞാൻ വിചാരിച്ച് ഡാമേജ് ആവില്ല നോക്കി. ഡാമേജ് അല്ലല്ലേ, അത് അങ്ങനെ തന്നെയാണല്ലേ. ഓ ശരി, ഞാൻ വിചാരിച്ചത് ഡാമേജാണ്, പക്ഷെ അങ്ങനെയല്ല, അതങ്ങനെ തന്നെയാണ്. എന്തോ പൊളിഞ്ഞ പോലെ ഇരിക്കുകയാണ്. പിന്നെ ഇത് വണ്ടി ഇത് നമ്മുടെ റേഞ്ച് റോവറാണ് ഓക്കെ. അതെന്തായിരുന്നു വിറല്ലേ, ഇത് നമ്മുടെ റോൾസ് റോയ്സ് ഓക്കെ. ഇതെല്ലാവർക്കും അറിയാം, റോൾസ് റോയ്സ് നൈസായിട്ട് ഓക്കെ. പിന്നെ ഈ ഗെയിമിൽ ബൈക്കുണ്ട്. അവിടെ പോയി ബൈക്ക് എവിടെ? കുറച്ച് നീങ്ങിക്കിട്ട് ബൈക്ക് എന്താണെന്ന് എനിക്ക് എടുക്കാൻ പറ്റണില്ല. ബുള്ളറ്റ് പറ്റി എനിക്കറിയണ കേസ് ഓക്കെ. ബൈക്ക് എനിക്ക് എന്താണെന്ന് എടുക്കാൻ പറ്റണില്ല. കാറുകളോ കാര്യങ്ങളൊന്നും തന്നെയല്ല, ഒന്നും എടുക്കാനായിട്ട് പറ്റണില്ല ഓക്കെ. എനിക്കാണ് ബൈക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക്, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇവിടെ ഓൾ കാർസ് ആൻഡ് ബൈക്സ് ആർ ഫ്രീ നൗ എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ എന്താണോ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഒരു ഗെയിം കാര്യങ്ങളൊക്കെ.
ഇതിൽ പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ അതും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓ ഇത് നമ്മളല്ലാതെ തന്നെ ഡാമേജ് ആക്കിയതാണെന്ന് തോന്നണം കേട്ടോ. അവൻ്റെ ഡോറിന് ചപ്പിരിക്കണം ഉള്ളിൽ. സ്റ്റിയറിംഗ് വീലിൽ അതിട്ടിട്ട് ഇങ്ങനെ മാറ്റി വേണ്ട. സ്റ്റിയറിംഗ് വീലുണ്ട് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ ഇല്ലെന്നൊന്നുമില്ല, സ്റ്റിയറിംഗ് വീല് കിട്ടേക്കുണ്ട്. ഓക്കെ, എനിക്ക് ബലീനയാണ് പക്ഷെ കൂടുതൽ ഇഷ്ടപ്പെട്ട എന്നുവെച്ചാൽ എനിക്ക് ബലീനയിൽ ഏറ്റവും ഇഷ്ടമുള്ള മോഡലാണ് അതെന്ന് വെച്ചാൽ. ഓക്കെ, അത് തന്നെ ഈ ഗെയിമുണ്ട്. വേറെ ബലീനുള്ള ഇന്ത്യൻ ബൈ ഡ്രൈൻ 3D പോലത്തെ ഗെയിമുണ്ട്. ഓക്കെ, ഇതേപോലത്തെ ഇനിയുള്ള ഇഷ്ടം പോലെ ന്യൂ ഗെയിംസായിട്ട് നമ്മളെന്തായാലും വരുന്നതാണ്. അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നാലും വീഡിയോ ഞങ്ങളൊക്കെ ലൈക്കും ഞങ്ങളൊക്കെ ചെയ്യും. അതിനായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ഇടിച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആവാൻ നോക്കാം. ഇറങ്ങണം നോക്കാം. ഇടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡാമേജ് ആവും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നാളെ എന്തായാലും ഒരു കിഡിൽ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാ ചങ്ക് ബഡീസും ഗുഡ് ബൈ. ഇറ്റ്സ് മീ കാർത്തികേയ. ബൈ.